Good morning. Sumit company has 5 departments. P, Q, R are production departments and S and T are service departments. The actual expenses for the period are as follows. Repairs rupees 3,500, rent rupees 2,500, depreciation rupees 1,750, supervision rupees 5,600, employers contribution to provident fund 1,200, lighting rupees 1,250, insurance of stock rupees 1,600. ഇവിടെ തന്നിരിക്കുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ 5 ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുമായി അപ്പോർഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് PQR, 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് S&T. ഇവിടെ അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻഡയറക്റ്റ് ഐറ്റംസ്, അതുമായിട്ട് ബന്ധപ്പെട്ടത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനുമായിട്ട് മാത്രമായിട്ട് വരുന്ന ഇൻഡയറക്റ്റ് ഐറ്റംസ് നമുക്ക് നൽകിയിട്ടില്ല. ആയതിനാൽ അലോക്കേഷൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ തന്നിരിക്കുന്ന ഓരോ ഇൻഡയറക്റ്റ് കോസ്റ്റുകളും നമ്മൾ ഏത് ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. റിപ്പയേഴ്സ് വാല്യൂ ഓഫ് പ്ലാന്റിൻ്റെ ബേസിസിലാണ്. റെൻ്റ് ഫ്ലോർ ഏരിയയുടെ ബേസിസിലാണ്. ഡിപ്രീസിയേഷൻ വാല്യൂ ഓഫ് പ്ലാന്റിൻ്റെ ബേസിസാണ്. സൂപ്പർവിഷൻ നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിസിലാണ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു PF ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിലാണ്. ലൈറ്റിംഗ് ഫ്ലോർ ഏരിയയുടെ ബേസിസിലാണ്. ലൈറ്റ് പോയിൻറ്റ്സ് നമുക്ക് ബേസിസായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത്. അല്ലാത്ത കേസസിൽ ഫ്ലോർ ഏരിയയെ ബേസിസായിട്ട് എടുക്കുക. ഇൻഷുറൻസ് വാല്യൂ ഓഫ് സ്റ്റോക്കിൻ്റെ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. ഈ പ്രോബ്ലത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് വേജസ് എന്ന ഐറ്റം 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലുമായിട്ട് നൽകിയിട്ടുണ്ട്. ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് അത് ഡയറക്റ്റ് കോസ്റ്റിൻ്റെ ഭാഗമാണ്. എന്നാൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത്
ഓവർഹെഡ് ഐറ്റമായിട്ടാണ് കണക്കാക്കുക. കാരണം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരിക്കലും പ്രോഡക്റ്റ് നേരിട്ടുള്ള പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നില്ല. എന്നാൽ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം ആവശ്യവുമാണ്. ആയതിനാൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്റ്റ് വേജസ് ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഓവർഹെഡ് ഐറ്റമായിട്ട് അലോക്കേറ്റ് ചെയ്യുകയും അത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോളത്തിൽ കാണിക്കുകയും ആണ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ അപ്പോർഷൻമെൻറ്റ് മാത്രമാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുക എന്നുള്ളത് കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എസിൻ്റെയും ടിയുടെയും ഡയറക്റ്റ് വേജസ് ആയിട്ടുള്ള 5000 രൂപയും 2000 രൂപയും അലോക്കേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ ഡയറക്റ്റ് വേജസ് ആയിട്ട് വരുന്ന 5000 രൂപയും 2000 രൂപയും അലോക്കേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കേണ്ടതില്ല. പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻ. ഇവിടെ നൽകിയിരിക്കുന്ന എക്സ്പെൻസസ് ഏത് ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുക. സ്റ്റോഴ്സ് ഓവർഹെഡ് ₹400. സ്റ്റോഴ്സ് ഓവർഹെഡ് എന്തിൻ്റെ ബേസിസിലായിരിക്കും അപ്പോർഷൻ ചെയ്യേണ്ടത്? സ്റ്റോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഓവർഹെഡാണ്. അത് ഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. കാരണം മെറ്റീരിയൽസാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ആയതിനാൽ സ്റ്റോഴ്സ് ഓവർഹെഡ് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യുക. മോട്ടീവ് പവർ ഇലക്ട്രിസിറ്റി ഇൻ കിലോവാട്ട് അവർ എന്നതിൻ്റെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യുക. ഇലക്ട്രിക് ലൈറ്റിംഗ് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് എന്നതിൻ്റെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യുക. ലേബർ വെൽഫെയർ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യുക. ഡിപ്രീസിയേഷൻ വാല്യൂ ഓഫ് അസറ്റ്സിൻ്റെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യുക. റിപ്പയേഴ്സ് വാല്യൂ ഓഫ് അസറ്റ്സിൻ്റെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യുക. ജനറൽ ഓവർഹെഡ്സ് ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യുക. കോമൺ ആയിട്ട് വരുന്ന ഓവർഹെഡ്സ് പലപ്പോഴും ഡയറക്റ്റ് വേജസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോർഷൻ ചെയ്യുക. റെൻ്റ് ആൻഡ് ടാക്സസ് ഏരിയ ഇൻ സ്ക്വയർ ഫീറ്റിൻ്റെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യുക. ഇവിടെ പ്രപ്പോർഷൻ എടുക്കുന്നത് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനിയും സംശയമുള്ളവരുണ്ടെങ്കിൽ മാത്രം അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഡയറക്റ്റ് വേജസ് 7,000, 6,000, 5,000, 1,000 ആണ് നൽകിയിരിക്കുക. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ 1000 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 7:6:5:1:1 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വരിക 7 + 6 + 5 + 1 + 1, അതായത് 20 ലഭിക്കും. അപ്പോൾ ആയതിനാൽ
ഏത് ഐറ്റമാണോ ഡയറക്റ്റ് വേജസിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോർഷൻ ചെയ്യേണ്ടത് അതിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. തുടർന്ന് 7 പോർഷൻ എയ്ക്ക്, 6 പോർഷൻ ബിക്ക്, 5 പോർഷൻ സിക്ക്, 1 പോർഷൻ എക്സ്, 1 പോർഷൻ വൈക്ക് എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യുക. തുടർന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് അതിനെ കോമൺ ആയിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30, 25, 20, 15 ആൻഡ് 10 എന്ന് ലഭിക്കും. വീണ്ടും അതിനെ സിംപ്ലിഫൈ ചെയ്യാം. 5 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 6:5:4:3:2 എന്ന് ലഭിക്കും. നെക്സ്റ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ്. അതിനെയും 10 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 20, 15, 15, 5, 5 എന്ന് ലഭിക്കും. അതിനെ വീണ്ടും നമുക്ക് 5 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 4:3:3:1:1 എന്ന രീതിയിൽ എടുക്കാം. ഇലക്ട്രിസിറ്റി ഇൻ കിലോവാട്ട്. അതിനെ 1000 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 8:6:6:2 എന്ന പ്രൊപ്പോർഷനിൽ എടുക്കാം. നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് കോമൺ ആയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൽ 2:3:3:1:1 എന്ന പ്രൊപ്പോർഷൻ എടുക്കാം. വാല്യൂ ഓഫ് അസറ്റ് $10,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5:3:2:1:1 എന്ന പ്രൊപ്പോർഷനിലെടുക്കാം. ഏരിയ ഇൻ സ്ക്വയർ ഫീറ്റ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8:6:6:2 എന്ന പ്രൊപ്പോർഷനിൽ എടുക്കാവുന്നതാണ്. തുടർന്ന് ഈ ക്വസ്റ്റ്യൻ്റെ ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്യുക. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സസൈസാണ്. ഈ എക്സസൈസ് അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ മുൻപ് പറഞ്ഞ പ്രോബ്ലവും അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക. പ്രോബ്ലം കൃത്യമായി ചെയ്യുന്ന കാര്യവും ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു.